തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ അഡിലെയ്ഡ്. ജീവിതകാലം AD 930 മുതൽ 999 വരെ. അപ്പർ ബർഗൻഡിയിലെ രാജാവായിരുന്ന റുഡോൾഫ് ദ്വിതീയന്റെ മകളാണ് അഡിലെയ്ഡ്. അവൾക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ പ്രോവിൻസിലെ ഹ്യൂഗ് രാജാവിന്റെ മകൻ ലോത്തേറിനെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ശിശുദമ്പതിമാരുടെ പിതാക്കൾ ഒരു സന്ധി ചെയ്തിരുന്നു. യഥാസമയം ആ വിവാഹം നടന്നു. ഒരു കുട്ടിയും ജനിച്ചു. അസൂയാലുവായിരുന്ന ഇവ്രയായിലെ ബെറങ്കാരിയൂസ് ലോത്തേറിന് വിഷം കൊടുത്ത് കൊന്ന ശേഷം അഡിലെയ്ഡിനെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് രാജ്ഞി സന്നദ്ധയാകാഞ്ഞതിനാൽ അവളെ ബെറങ്കാരിയൂസ് ജയിലിലടച്ചു. ഇറ്റലിയിൽ സമാധാനം സ്ഥാപിക്കാനായി ജർമ്മൻ രാജാവ് ഓട്ടോ അക്കാലത്ത് അവിടെ വന്നു ചേർന്നിരുന്നു. അദ്ദേഹം അഡിലെയ്ഡ് രാജ്ഞിയെ സ്വതന്ത്രയാക്കി 20 വയസ്സ് എളുപ്പമായിരുന്ന വിധവയെ വിവാഹം കഴിച്ചു. 962 ഓട്ടോ റോമയിൽ വെച്ച് മകുടഭൂഷിതനായി. ഈ വിവാഹത്തിൽ 5 കുട്ടികളുണ്ടായി. 973 ഓട്ടോ മരിച്ചു. മകൻ ഓട്ടോ ദ്വിതീയൻ രാജാവായി. മകനും മരുമകളും കൂടിച്ചേർന്ന് അഡിലെയ്ഡ് രാജ്ഞിയെ പുറത്താക്കി. രാജ്ഞി ക്ലൂണിയിലെ ആബട്ടിന്റെ മാധ്യസ്ഥം തേടുകയും അദ്ദേഹം സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഓട്ടോ ദ്വിതീയൻ 983 മരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ തെയോഫാനോ റീജന്റായി ഭരണമേറ്റു. വീണ്ടും അഡിലെയ്ഡ് രാജ്ഞി ബഹിഷ്കരിക്കപ്പെട്ടു. രാജ്ഞി മഠങ്ങളും ആശ്രമങ്ങളും സ്ഥാപിക്കാൻ തുടങ്ങി. സ്ട്രാസ്ബർഗ് മഠത്തിൽ വെച്ച് ഈ ലോകത്തോട് രാജ്ഞി അന്തിമയാത്ര പറഞ്ഞു. വിചിന്തനം. ചിച്ചെസ്റ്ററിലെ വിശുദ്ധ വിച്ചേർഡ്. ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തതാപൂർവം നാം അവിടുത്തെ സേവിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊള്ളും.